ലക്ഷദ്വീപിലെ ബി.ജെ.പിയുടെ വനിതാ മുഖം എം ഷെർബാൻ. ബി.ജെ.പിയുടെ ലക്ഷദ്വീപ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, വഖഫ് ബോർഡ് അംഗം, ഒപ്പം മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി ഷെർബാനാണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ബി.ജെ.പിക്ക് ഒട്ടും ഒരു പ്രതീക്ഷ വയ്ക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ണാണ് ലക്ഷദ്വീപ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. കാരണം സ്വാഭാവികമായും 100% ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം. അങ്ങനെ ഒരിടത്ത് ബി.ജെ.പിക്ക് എന്ത് സാധ്യതകളുണ്ടെന്നാണ് ഷെർബാൻ കരുതുന്നത്? ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ 20 വർഷമായി ലക്ഷദ്വീപിൽ ബി.ജെ.പി ഉണ്ട്. അടൽ ബിഹാരി വാജ്പേയിജിയുടെ കാലം മുതൽ, അദ്വാനിജിയുടെ കാലം മുതൽ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ ഡോക്ടർ കെ.പി. മുത്തുകോയുടെ നേതൃത്വത്തിൽ ലക്ഷദ്വീപിൽ ഒരു ബി.ജെ.പി യൂണിറ്റ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. മീൻസ് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങൾ. അത് ബി.ജെ.പി ആയതുകൊണ്ടല്ല. അവിടെ ലക്ഷദ്വീപിൻ്റെ മണ്ണിൽ ജനതാ പാർട്ടി, കോൺഗ്രസ് പാർട്ടി എന്ന് 2 കക്ഷികളാണ് ആദ്യം മുതലേ ഉള്ളത്. ആ ഒരു മെയിൻ പാർട്ടി ഉള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ പേഴ്സണൽ അവരുടെ വ്യക്തിപരമായ അടുപ്പ ആളുകളുമായിട്ടാണ്. അതെ, ആ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കൊണ്ടുള്ള, അവരോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും ആ അടുപ്പം കൊണ്ടും മാത്രമാണ് ബി.ജെ.പിയുടെ ആ മുഖം കാണാതിരുന്നത് അവിടെ. അല്ലാതെ ബി.ജെ.പിയോട് ലക്ഷദ്വീപുകാർക്കൊരു പ്രത്യേക വൈമുഖ്യം ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ. പക്ഷെ പൊതുവെ ബി.ജെ.പി ഒരു ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ് രാജ്യമെമ്പാടും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിഷേധവുമായൊക്കെ വരുന്നുണ്ട്. ആ ഹിന്ദുത്വ പൊളിറ്റിക്സിന് എതിരെ അനുകൂലിക്കുന്നവരുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ നിരവധി ആളുകൾ ബി.ജെ.പി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ബി.ജെ.പി നേതാക്കളായി ഉണ്ട്. A.P. അബ്ദുള്ളക്കുട്ടി ഒരു ഉദാഹരണമാണ്. അവിടെ ലക്ഷദ്വീപിന് ചുമതലയുണ്ടായിരുന്ന. പക്ഷേ അത് അങ്ങനെ സ്വീകാര്യമായോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ലക്ഷദ്വീപിൻ്റെ മണ്ണ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് അവിടെ. ആരാണോ കേന്ദ്രം ഭരിക്കുന്നത്, ആ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ് ലക്ഷദ്വീപിൻ്റെ ഭരണാധികാരിയായി, അഡ്മിനിസ്ട്രേറ്ററായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും അത് അഡ്മിനിസ്ട്രേഷൻ ത്രൂ സെൻട്രലിലേക്ക് നമ്മൾക്ക് ഡയറക്റ്റ് പാത്തുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ അവരെ എതിർത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ആത്മഹത്യാപരമായിട്ടുള്ള പ്രവർത്തനമാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മൾ എത്രത്തോളം കേന്ദ്രത്തോട് അടുത്ത് നിൽക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് ലക്ഷദ്വീപിൽ അത്രത്തോളം ഗുണം. പക്ഷെ അങ്ങനെ കിട്ടിയോ? ഇപ്പോൾ പ്രഫുൽ കോട പട്ടേലിൻ്റെ വരവോടുകൂടി അവിടെ ലക്ഷദ്വീപിലെ മുഴുവൻ ആളുകൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ കിട്ടിയെന്നാണോ? തീർച്ചയായിട്ടും. ലക്ഷദ്വീപിൻ്റെ മുഖം ഇന്ന് ലക്ഷദ്വീപ്, മുമ്പ് ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ പലരോടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടായിരുന്നു. ഇന്ന് ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ അവർക്ക് മോദിജി വന്നിരുന്ന സ്ഥലം, അതേ ഈ ഡെവലപ്മെൻറ്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ഉള്ള സ്ഥലം, ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉള്ള സ്ഥലമാണ് ഇപ്പോൾ ലക്ഷദ്വീപ്. ആ വികസനം എല്ലാം കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണെന്നാണോ? തീർച്ചയായും. ദേശീയ കായിക താരം മുബസ്സിന മുഹമ്മദ്, മുബസ്സിനയോടുകൂടെ ഒരുപാട് പേര്, ഇപ്പോൾ ഒരുപാട് കായിക താരങ്ങൾക്ക് ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ട്. മുമ്പും ഇവിടെ ഉണ്ടായിരുന്നു കായിക താരങ്ങൾ ഒരുപാട്. പക്ഷേ മോദിജിയുടെ സർക്കാർ വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ലക്ഷദ്വീപുകാർക്ക് ഒരു എക്സ്പ്ലോഷർ കിട്ടുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ ഈ അടുത്ത കാലത്തെ സന്ദർശനം മാൽദീവ്സിനെതിരെയുള്ള ഒരു നീക്കമായി വിലയിരുത്തി. പക്ഷെ അത് ലക്ഷദ്വീപിന്റെ ടൂറിസം വികസനത്തിന് വലിയ സാധ്യതകൾ വഴി തുറന്നു എന്നാണോ കരുതേണ്ടത്? തീർച്ചയായും. ലക്ഷദ്വീപില് അദ്ദേഹം ഒരു കസേര വലിച്ചിട്ട് ആ തീരത്തിരുന്നൊരു ഫോട്ടോ എടുത്തു. ഇതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ടൂറിസം. മിനിഞ്ഞാന്ന് കൂടി ഞാൻ ടൂറിസം ഓഫീസർ ഇന്ത്യാസിൻ്റെ ഒരു പത്രസമ്മേളനം എന്തോ ഒരു കോട്ടിങ് കണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കാലയളവിലാണ്. അപ്പോൾ നമ്മൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ പരിമിതികൾ കാരണം, അക്കോമഡേഷൻ്റെ പരിമിതികൾ കാരണം നമ്മൾ ഒരുപാട് പേരെ റിജക്റ്റ് ചെയ്ത് വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്ത് വരും. അതിനൊക്കെയുള്ളൊരു സാധ്യത ലക്ഷദ്വീപിലുണ്ട്. കാരണം അവിടെ ഈ കോസ്റ്റൽ പ്രദേശമാണ് കൂടുതൽ. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സം സാധ്യതയുണ്ട്. പിന്നെ അതിന് ഇൻഹാബിറ്റന്റ് ഐലൻഡ്സ് ഒരുപാടുണ്ട് അവിടെ. ആളുകൾ താമസിക്കുന്ന ഐലൻഡ് അല്ലാതെ ആളുകൾ താമസിക്കാത്ത ഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്.
ആ ഐലൻഡ്സുകളെ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ഇപ്പോൾ പ്രഫുൽ കോട പട്ടേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹേലി, ദണ്ണകര, ചെറിയം, അങ്ങനെ ഒരുപാട് ഐലൻഡ്സിനെ ഇപ്പോൾ ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ, ലക്ഷദ്വീപിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് BJP ഗവൺമെന്റിന്റെ ലക്ഷ്യം. പക്ഷെ അതൊരു വലിയൊരു കൾച്ചറലി കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയുള്ള ഒരു സൊസൈറ്റിയാണ് ലക്ഷദ്വീപ് എന്നാണ് കേട്ടുള്ളത്. അവിടെ ഇപ്പോഴും കൂട്ടുകുടുംബ സമ്പ്രദായങ്ങളുണ്ട്, ആളുകൾ എപ്പോഴും റിലിജിയനുമായി അടുത്തുണ്ട്. അപ്പോൾ ടൂറിസം അവർ സ്വീകരിക്കുന്ന ഒരു പ്രൊഫഷനാണോ? തീർച്ചയായിട്ടും. ലക്ഷദ്വീപിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു ഫിലിം സ്റ്റാർ നസറുദ്ദീൻ ഷാ ആയിരിക്കും. അദ്ദേഹം വന്നിരിക്കുന്നത് പ്രഹ്ലാദ് കക്കർ എന്ന സിനിമ ഫോട്ടോഗ്രാഫർ, ഐ തിങ്ക് പരസ്യ രംഗത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു അതികായകനാണ് അല്ലേ പ്രഹ്ലാദ് കക്കർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂബ ഡൈവിങ് സ്കൂൾ ഉണ്ടായിരുന്നു കഡ്മത്ത് ഐലൻഡിൽ. ആ ഐലൻഡിൽ ഒരു ഭാഗം അദ്ദേഹം അവരുടെ കൾച്ചർ, അവിടെ എങ്ങനെ ജീവിക്കുന്നോ അതങ്ങനെ അവരുടെ ജീവിതം, അത് ആ ഐലൻഡിലേക്ക് അവർ വരൂല. നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തേക്കല്ല വരിക, നമ്മളെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ് കോഡും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ അകത്തേക്ക്, അതായത് ഐലൻഡിലേക്ക് കയറി വരുമ്പോൾ അവർ വേറെ നമ്മുടെ രീതിയിലാണ് അവർ വരുന്നത്. അപ്പോൾ അന്നും ടൂറിസം ഉണ്ടായിരുന്നു ഇവിടെ. ഈ പുറത്തുനിന്ന് ഫോറിൻ ടൂറിസ്റ്റ്, ഇതിനേക്കാളേറെ ഫോറിൻ ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു സമയം കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ബംഗാരത്തുള്ള സമയത്താണ്. അന്നും ടൂറിസം കൾച്ചർ ഉണ്ടായിരുന്നു. അന്നും ദ്വീപുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ആവുന്നു. നമ്മൾ കാലം മാറുന്നതിനനുസരിച്ച് മാറുന്നു കുറച്ച് മാറ്റങ്ങൾ. അതല്ലാതെ ലക്ഷദ്വീപിൻ്റെ തനതായ സംസ്കാരങ്ങളെ ഉടച്ചുകൊണ്ടുള്ള ഒരു മാറ്റം ആരും ആഗ്രഹിക്കുന്നില്ല, അവർ കൊണ്ടുവരുന്നുമില്ല എന്നുള്ളതാണ്. അല്ല, പക്ഷേ ഈ പ്രഫുൽ കോട പട്ടേൽ അവിടെ ഇറച്ചി നിരോധനം മിഡ് ഡേ മീൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു, ബീഫിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു, ഡയറി മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു, അങ്ങനെ ഒട്ടനവധി ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് പ്രഫുൽ കോട പട്ടേൽ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഒരുപാട് വരുന്നതിന് മുമ്പ്, ലക്ഷദ്വീപിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ബിൽഡപ്പ് ചെയ്ത് ഒരു ഭീതിയോടുകൂടി ആരോ വരുന്നു, എന്തോ നമ്മളെ നശിപ്പിക്കാൻ വരുന്ന ഒരാൾ വരുന്നു എന്നുള്ള രീതിയിലേക്ക് ചിലരെ മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്തു. ആ ഒരു ഇതായിരിക്കും. പിന്നെ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു വന്നത്. അപ്പോൾ ആ ലോക്ക്ഡൗൺ മാറ്റി, അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഐലൻഡേഴ്സിനും അഡ്മിനിസ്ട്രേറ്റർക്കും ഇടയിലുണ്ടായി. അതിനിടയിൽ കുറച്ച് മീഡിയേറ്റേഴ്സ് ഉണ്ടാവിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഞാൻ കണ്ടത് ലക്ഷദ്വീപിനെ ഡെവലപ്പ് ചെയ്യുക, ലക്ഷദ്വീപ് എങ്ങനെയാണോ ദമൻ ദ്വീപ് ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. പക്ഷെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയും ഇവിടെയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ സാറ് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ, ആ ഭൂമിശാസ്ത്രപരമായി തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ട് ആ സാംസ്കാരികമായിട്ടുള്ളതും പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് അതിന് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നുണ്ട്. സ്മാർട്ട് സിറ്റി ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ PWDയുടെ ഒരു സെക്ഷൻ തന്നെയുണ്ട് സ്മാർട്ട് സിറ്റി. അതിനൊരു ഓഫീസ് തന്നെ ഉണ്ട്, സാറിൻ്റെ ഓഫീസിന് മുകളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഇൻചാർജ് യാദവ് സാറുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ലക്ഷദ്വീപുകാരെ അടിച്ചമർത്തണം, BJP ലക്ഷദ്വീപിന് പാടെ എതിരാണ് എന്നുള്ളതൊന്നും. അദ്ദേഹത്തിനെതിരെ അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് വന്നത് ആ കാലത്തുണ്ടായ ഒരു ഭയം, അത്രേ ഉള്ളൂ. സ്വതവേ BJPക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ടോ അവിടെ ആളുകളുടെ ഇടയിൽ? അത് അങ്ങനെ ഒരു പാർട്ടി വേണ്ട എന്ന നിലപാട് ലക്ഷദ്വീപിലുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം ഞാൻ വന്നിട്ട് 5 വർഷമായി. ഞാൻ എൻ്റെ നാട്ടുകാരിൽ പലരും എനിക്ക് തോന്നുന്നു ബാക്കി 2 പാർട്ടിക്കാരുടെ അടുത്തേക്കും പോകുന്നതിനേക്കാളേറെ നമ്മുടെ ഇപ്പം പുതിയ പ്രസിഡന്റ് KN കാസ്മിക്കോയ സർ പ്രസിഡന്റ് ലക്ഷദ്വീപിൻ്റെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം തീർച്ചയായിട്ടും മുമ്പ് കോൺഗ്രസിൻ്റെ DP മെമ്പറായിരുന്നു. DP മെമ്പറായി അതിനേക്കാളും മുമ്പ് സബ് ഡിവിഷണൽ ഓഫീസറായിരുന്നു അദ്ദേഹം, മജിസ്ട്രേറ്റ് ലെവലിലുള്ള. അപ്പോൾ സബ് ഡിവിഷണൽ ഓഫീസർ എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലെ ഓരോരോ ആ ഐലൻഡിലെ ഒരു സുപ്രീം പവറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം അവിടുത്തെ മജിസ്ട്രേറ്റാണ് ആ ദ്വീപിലെ. അപ്പോൾ ഐലൻഡിലെ ഓരോ മനുഷ്യരുമായിട്ട് ഓരോ ഇൻഡിവിജ്വൽസുമായിട്ട് അദ്ദേഹത്തിന് പേഴ്സണൽ റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക്. BJP എന്നുള്ള ഒരു പ്രസ്ഥാനം ഈ പ്രസിഡൻറ്റിൻ്റെ അണ്ടറിൽ വളരാൻ ഒരുപാട് ആ പ്രസിഡൻറ്റ് മാറിയതിനു ശേഷം ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഞാൻ വന്നതിന് ശേഷം എനിക്കും ഒരു പ്രത്യേക മീൻസ് നമ്മളുടെ അതെന്താണ് ഇങ്ങനെ BJP എന്നൊരു പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കണം എന്ന് തോന്നിയത്? സ്വാഭാവികമായും മെയിൻലാൻഡിൽ വന്ന് പഠിച്ചു, പുതിയ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടു, മനസ്സിലാക്കി, ഒരു എക്സ്പോഷർ കിട്ടി. അന്നത്തെ കാലത്ത് ഞാൻ പറയുന്ന ഒരു 10-30 വർഷങ്ങൾക്ക് മുന്നേ തന്നെ പുറത്തേക്ക് വരാനും മറ്റാളുകളെ കാണാനും ഒക്കെ ഒരു അവസരം കിട്ടി, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി. അപ്പോൾ എങ്ങനെയാണ് അതൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായത്? തീർച്ചയായിട്ടും മോദിജിയുടെ ഇൻഫ്ലുവൻസ് തന്നെയാണത്. ആ നമ്മൾ നോക്കിക്കാണുന്ന ഒരു ലോകം മൊത്തം ഒരു പ്രൈം മിനിസ്റ്ററെ ആദരിക്കുന്നു, അദ്ദേഹത്തെ അംഗീകരിക്കുന്നു. ഒന്നുമില്ലാതെ അദ്ദേഹത്തെ അംഗീകരിക്കില്ലല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരുപാട് ആരാധന തോന്നി എനിക്ക്. കാരണം ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ലക്ഷദ്വീപ് പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന, ഉജ്വൽ ഗ്യാസിൻ്റെ ഉജ്വൽ ഭാരത്, പിന്നെ കുടിവെള്ള പദ്ധതി, അത് മാത്രമല്ല അത് മീൻസ് ഒരുപാട് സ്കീംസും വികസനങ്ങളും. എത്ര സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആണെന്നറിയോ ഇതിന് ശേഷം വന്നിരിക്കുന്നത്. അവർക്ക് പെണ്ണുങ്ങൾ ഈ പറഞ്ഞ പോലെ ലക്ഷദ്വീപിൻ്റെ സംബന്ധിച്ച് സ്ത്രീകൾ പുറത്ത് വരാൻ മടിക്കുന്ന ഒരു കാലം. പക്ഷേ ഇന്ന് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സാണ് അവിടുത്തെ നെടുംതൂണിപ്പോൾ. 36 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കവരത്തിയിൽ തന്നെയുണ്ട്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയിൽ തന്നെയുണ്ട്. അവിടുത്തെ ആ ലേഡീസിൻ്റെ അവർ ഒറ്റയ്ക്കിപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് നടത്തുന്നു. രാത്രികാലങ്ങൾ നോമ്പിലൊക്കെ ഫുൾ രാത്രികാലങ്ങളിൽ വരെ നടത്തിക്കൊണ്ടിരുന്നു. അവർക്ക് ഒരു എന്താ പറയുക, ആത്മധൈര്യം വന്നു. എല്ലാത്തിനും മുൻപിൽ ഇറങ്ങിയാൽ നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം. ഷർബാനും സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീകൾ അവിടെ രാഷ്ട്രീയത്തിൽ നമ്മളിതുവരെ അവിടെ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. ഇത്തവണ ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അങ്ങയുടെ പേരുണ്ടാകും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരുന്നത്. ഏതായാലും അത് NCPയിലേക്ക് പോയി NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ സ്ത്രീകൾ എന്ന നിലയിൽ അവിടെ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങാനൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്നുണ്ടോ? അതിനൊരു പിന്തുണ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ പ്രസിഡൻറ്റിൻ്റെ അണ്ടറിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു ദിവസം കുറഞ്ഞതൊരു 4 പേരെങ്കിലും വരും. ഒരു 6-7 കോളെങ്കിലും വരും. അവരുടെ കാര്യങ്ങൾ, അവരുടെ വിഷമങ്ങൾ പറയാനും, ജോലി സാധ്യതകളുടെ ഒരുപാട് പേര് പിരിച്ചുവിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ വിവാദമുണ്ടായി. പക്ഷേ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് ഗവൺമെൻറ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു, അവരും അതിനു മുമ്പും. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ പരിമിതിയിൽ വെച്ച് ഞാൻ പറയുകയാണ്, ഇതിനു മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് ചെയർപേഴ്സൺ അടക്കം അതിനു മുമ്പ് ഇതിനു മുമ്പല്ല, ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്പോർട്സ് ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്ന് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ പെർമനൻ്റ് ആക്കാനുള്ള തീരുമാനം എടുത്തു. അന്ന് ഈ പറഞ്ഞവർ പോയിട്ട് പറഞ്ഞു, ശരിയാവില്ല, ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള പകുതി പേരും അതിലുണ്ട്, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ആ പെർമനൻ്റ് ആക്കാനുള്ള ഒരു കാര്യത്തെ അവിടെ അടച്ചു വെച്ചു. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വന്നിട്ട് അവർ പറയുന്നു ഈ സ്പോർട്സിൽ വർക്ക് ചെയ്തവരെ, അവരെ 20 വർഷം വർക്ക് ചെയ്തവരൊക്കെ പിരിച്ചു വിട്ടുമെന്ന്. ഈ പിരിച്ചു വിട്ടവരെ പെർമനൻ്റ് ആക്കാൻ ഒരു ചാൻസ് വന്നപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഇല്ലാതാക്കിയത്, നമ്മളല്ലല്ലോ ഇല്ലാതാക്കിയത്, BJP ഗവൺമെൻറ് അല്ലല്ലോ ഇല്ലാതാക്കിയത്. അപ്പോൾ ഒരാളെയും കുറ്റം പറയാനുള്ളൊരു വഴി ആയിട്ട് BJP ഗവൺമെൻറ്റിനെ കാണേണ്ട ആവശ്യം. ഈ BJPയുടെ അവിടുത്തെ ഇനി ഒരു പ്രവർത്തന രീതി എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ എങ്ങനെയാണ്? BJP ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വന്നു, നാമമാത്രമായ വോട്ടുകൾ, ഒരു പക്ഷേ ആകെ 60,000 വോട്ടേ ഉള്ളൂ. അതിൽ വളരെ നാമമാത്രമായ വോട്ടുകൾ മാത്രമാണ് BJP കിട്ടിയത്. പിന്നെ ഇനി എന്താണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ NDA എന്ന നിലയിൽ, ഇപ്പോൾ NDA എന്ന നിലയിലാണല്ലോ മത്സരിക്കുന്നത്, NDA എന്ന നിലയിൽ കാണുന്നത് ഇനി എന്ത് തരം ഡെവലപ്മെൻറ്റ് ലക്ഷദ്വീപിലേക്ക് വരും BJP കൊണ്ടുവരുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ലക്ഷദ്വീപിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ വ്യക്തി എന്നുള്ളത് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഒരു വ്യക്തി, ഇപ്പോൾ KN കാസ്മിക്കോയ സാഹിബായിരുന്നു BJPയുടെ പ്രസിഡന്റ്, താമര ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ പറഞ്ഞ ഒരു മൂന്നാമത്തെ ഒരു കക്ഷിയായിട്ട് ലക്ഷദ്വീപിൽ മാറിയേനെ. ലക്ഷദ്വീപിൽ 2 പാർട്ടികൾ മാത്രമേ പ്രബലമായിട്ടുള്ള പാർട്ടികളുള്ളൂ. അതിൽ നിന്ന് മൂന്നാമത്തെ പ്രബലമായ ഒരു പാർട്ടിയായിട്ട് ലക്ഷദ്വീപിൽ BJP മാറുമായിരുന്നു. അപ്പോൾ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഒരു വ്യക്തി, ആ വ്യക്തിയോടാണ് അടുപ്പം.
കൂടുതലും. പിന്നെ അതിന് BJP ആണെന്നോ അല്ല കോൺഗ്രസ് ആണെന്നോ NCP ആണെന്നോ അവർ അതിനെ തരംതിരിച്ച് കാണാറില്ല എന്നുള്ളതാണ് അധികം പേരും. ഉണ്ട് അവരെ പിന്നിൽ നിൽക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ, ഒരു 10% പേര്. അതല്ലാത്ത ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതിലൊരു ഫ്ലോട്ടിംഗ് ഔട്ട് എന്ന് പറയില്ല, ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനുശേഷം നമ്മുടെ കേന്ദ്രം തീരുമാനിച്ചു NDA. ഇത് 14ാം ലോകസഭയിൽ നടന്ന കാര്യമാണ്. PM സെയ്ദ് സാഹിബിനെ ആദ്യമായിട്ട് തോൽപ്പിച്ചത് ഡോക്ടർ പൂക്കുനിക്കോയ ആയിരുന്നു. അന്ന് ഡോക്ടർ പൂക്കുനിക്കോയ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിന്റെ NDA ആയിരുന്നു, അത് NDA സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ NDAക്ക് അവിടെ വരാവുന്നതേ ഉള്ളൂ എന്നാണ് പ്രതീക്ഷ. അതെ. പക്ഷെ അദ്ദേഹം കുറച്ച് കുഞ്ഞു സാഹിബ് അവിടെ ഒരു വലിയ ഒരു ധൈര്യമുള്ള ഒരാളെന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് കാലം ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ച ആളാണ്. അവിടുത്തെ ഈ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? കോൺഗ്രസിന് ഇനി തിരിച്ചുവരവ് സാധ്യമാണെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നു? അവരവരുടെ രീതിയിൽ പ്രചരണങ്ങളും കാര്യങ്ങളുമായിട്ട് ഏറ്റവും മുൻപന്തിയിൽ തന്നെയുണ്ട്. മുൻപ് NCP ആണെങ്കിലും ബാക്കിയുള്ളവരെല്ലാം ഗോദയിൽ ഇറങ്ങും മുമ്പ് അവർ ഒരുപാട് കാലേ കൂട്ടി തന്നെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മീൻസ് അവരെ ബോധവാന്മാരാക്കുന്നുണ്ട്. കോൺഗ്രസ് വന്നാലേ കാര്യം നടക്കുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്നും എൻ്റെ ഒരു കൊളി ഇന്നലെയും കൂടി പറഞ്ഞതേ ഉള്ളൂ, CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞ അതേ വാക്കാണ് എനിക്കും പറയാനുള്ളത്. കേന്ദ്രം എവിടെയാണോ, കേന്ദ്രം ഭരിക്കുന്നത് ആരാണോ അവരുടെ കൂടെ ചേർന്ന് നിന്നാലേ ലക്ഷദ്വീപിന് ഒരു വികസനം ഉണ്ടാവുള്ളൂ. അതിന് ഞങ്ങളുടെ മുദ്രാവാക്യം ഇപ്രാവശ്യവും അബ്കി ബാർ 400 പാർ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യവും കേന്ദ്രത്തിൽ എന്തായാലും BJP തന്നെയായിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് JDU സ്ഥാനാർത്ഥി അതെ, ഈ NDA സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച പോലെ വീണ്ടും സഖാഫിയെ ജയിപ്പിച്ചു വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്താണ് അവിടെ BJP മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാഗ്ദാനങ്ങൾ? എന്ത് തരം ഒരു ടൂറിസം ഹബ്ബാക്കും അങ്ങനെയൊക്കെയുള്ള നയങ്ങൾ? തീർച്ചയായിട്ടും ഒപ്റ്റിക്കൽ ഫൈബർ മുതൽ ഇപ്പോൾ NIOT പുതിയ NIOTകൾ വരുന്നുണ്ട്, ഡീസാലിനേഷൻ പ്ലാന്റ്സ്, പിന്നെ പുതിയ ഒരുപാട് ഇപ്പം തന്നെ ഇൻഡിഗോ വന്നു, Cloud9 ഫ്ലൈ ചെയ്യാൻ റെഡി ആയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒരുപാട് വരുന്നുണ്ട്. അവിടുത്തെ ഈ ജനങ്ങളുടെ ഒരു തൊഴിലവസരങ്ങളുടെ സാധ്യത എങ്ങനെയാണ്? കൂടുതലും മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനപ്പുറത്തേക്ക് തൊഴിൽ സാധ്യതകൾ ലക്ഷദ്വീപിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ലക്ഷദ്വീപ് ഇപ്പോൾ ടൂറിസം ഹബ്ബായി മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാൽദീവ്സിലൊക്കെ ഉള്ള പോലെ മാൽദീവ്സിലെ ഇപ്പോഴത്തെ തൊഴിൽ ഒരു 50%-ലേറെയും ടൂറിസം ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മുടെ ചെറുപ്പക്കാർക്കും ഈ സ്പോർട്സിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറയുന്ന ആളുകൾ എല്ലാവർക്കും ഇതിനേക്കാളേറെ സാലറിയോടുകൂടി ഒരുപാട് തൊഴിലവസരങ്ങളാണ് ഒരുങ്ങുന്നത്. അപ്പോൾ IT മേഖലയും ഒരുപാട് ഏവിയേഷൻ ആണെങ്കിലും ഇപ്പോൾ ഏവിയേഷനിലേക്ക് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള കാലം വികസനങ്ങളുടെ കാലം തന്നെയായിരിക്കും. കാരണം ലക്ഷദ്വീപ് മോദിജിയുടെ കണ്ണ് എത്തിപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ താങ്ങിക്കൊണ്ട് നമ്മളും ആ ഒരു പാതയിലാണ് ഇപ്പോൾ ഉള്ളത്. ലക്ഷദ്വീപ് ഇന്ത്യ എത്രത്തോളം വികസിക്കുന്നുവോ അതിനേക്കാളേറെ ഒരു പടി മുന്നിലേക്ക് ലക്ഷദ്വീപിനെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതിജ്ഞയിലാണ് ഈ BJP ഗവൺമെൻറ് ഉള്ളത്. നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ സെൻട്രലിലുള്ള നേതാക്കന്മാരെല്ലാം മിക്കവരും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളെ വിളിച്ചു ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ പ്രസിഡന്റുമായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്യുന്ന. ലക്ഷദ്വീപിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഈ യാത്രാക്ലേശം. അങ്ങോട്ടേക്ക് എത്താനുള്ള തടസ്സങ്ങൾ, പെർമിറ്റ് വേണം, ഓരോ ദ്വീപ് സന്ദർശിക്കണമെങ്കിൽ പ്രത്യേകമായ ഇത് വേണം. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് എളുപ്പത്തിൽ സാധ്യമാക്കാവുന്ന ഒരു കാര്യമാണോ? ലക്ഷദ്വീപ് ഒരു ബോർഡർ ഏരിയയാണ് ഇന്ത്യയുടെ. വളരെ അതിപ്രധാനമായൊരു ഘടകമാണ് ലക്ഷദ്വീപ് ഇന്ത്യയെ സംബന്ധിച്ച്. ആർക്കും ഏത് ഭാഗത്തു നിന്നും വന്ന് കയറി ആക്രമിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ 90 ഡിഗ്രി ചാനലുള്ള ലക്ഷദ്വീപിൻ്റെ മിനിക്കോയി എന്ന് പറയുന്നത് ഏറ്റവും ഒരു അന്താരാഷ്ട്ര ഷിപ്പ് റൂട്ടാണ്. ആ ഷിപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ ആർക്കും അവിടെ കയറി വരാം എന്നുള്ള ഇതാണ്. അതുകൊണ്ടാണ് ലക്ഷദ്വീപിനെ
ഒരു PCC പലരും ഇവിടെ നിന്ന് ഉള്ള പലരും ക്രിമിനൽ, ഞാൻ പറയുന്നുണ്ട് തോന്നുന്നുണ്ട്, പലരും പല സ്ഥലത്തുനിന്നും മീൻസ് വല്ല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ട് വന്ന് കയറി അവിടെ ഒളിച്ച് താമസിക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനും കൂടി വേണ്ടിയാണ് PCC നിർബന്ധമാക്കിയിരിക്കുന്നവർ. PCC എന്ന് പറയുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല ലക്ഷദ്വീപിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. അത് അതിജീവിച്ചുകൊണ്ട് ടൂറിസം സാധ്യമാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് ഒരുപാട് ഓവർ ബുക്കിംഗ് ആണ്. ഒരുപാട് ടൂറിസം, ഈ ട്രാവൽസ് ടൂറിസം ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ത്രൂ വരുന്നവർക്ക് അവർ ചെയ്തു കൊടുക്കും ഇതൊക്കെ. സ്പോൺസേഴ്സ് ആരാണോ അവർ പെർമിറ്റ്, PCCയുടെ കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റിനെ സംബന്ധിച്ച് അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി, അവർക്ക് തോന്നിയിട്ടില്ല, നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ എന്ന് പറയുന്നത് മാൽദീവ്സിനെ സംബന്ധിച്ച് ഓൺ അറൈവൽ വിസയാണ്. ഓൺ അറൈവൽ വിസയ്ക്ക് അവർക്ക് പാസ്പോർട്ട് മാത്രം മതി. നമുക്ക് ഒരു പെർമിറ്റ് ആവശ്യമുണ്ട്. ആരാണോ അവിടെ ലക്ഷദ്വീപിൽ ഒരാൾ സ്പോൺസർ ചെയ്യാൻ ആവശ്യമുണ്ട്. അതുമല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമുദ്ര പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ത്രൂ ആണെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും അതിൽ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും അവർ ഗൈഡ് ചെയ്യും നമ്മളെ. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ കുറച്ച് ഈ പറഞ്ഞ പോലെ ഓൺ അറൈവൽ പെർമിറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. പെർമിറ്റിന് അവിടെ ഇവിടെ ഓടേണ്ട, മീൻസ് പേഴ്സണലി വരുന്നവർക്ക്. അല്ലാത്തവർക്ക് ടൂറിസം, ആരൊക്കെ ട്രാവൽ ആൻഡ് ടൂറിസം ചെയ്യുന്ന പിള്ളേർ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബേസിക്കലി ഈ കേരളത്തിൽ ബേപ്പൂരും കൊച്ചിയും ഒക്കെ ആയിട്ടായിരുന്നു ഇതിനൊരു കൂടുതലും നമ്മൾ കണക്റ്റഡ് ആയിരുന്നത്. മാംഗ്ലൂരിലേക്ക് ഇത് മാറ്റാനൊക്കെ ഒരു ശ്രമം ഈ പ്രഫുൽ കോട പട്ടേലിൻ്റെ കാലത്ത് നടന്നു എന്നൊക്കെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് കേരളവുമായിട്ട് ചേർന്ന് നിൽക്കാൻ തന്നെയല്ലേ പൊതുവെ ലക്ഷദ്വീപ് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ലക്ഷദ്വീപ് കേരളവുമായിട്ട് ഇപ്പോഴല്ലേ ചേർന്ന് നിന്ന് തുടങ്ങിയ. ഒരു ഓടിയിരുന്ന കാലത്ത്, മഞ്ജു ഓടിയിരുന്ന കാലത്ത് ലക്ഷദ്വീപിൻ്റെ തുറമുഖം എന്ന് പറയുന്നത് മംഗലാപുരമായിരുന്നു. മംഗലാപുരത്ത് നിന്ന് ഒരുപാട് കല്യാണങ്ങൾ ലക്ഷദ്വീപിൽ നടന്നിട്ടുള്ളത് ആ ഒരു കണക്ഷൻ്റെ പുറത്തായിരിക്കും. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ തുറമുഖ ആസ്ഥാനം എന്ന് പറയുന്നത് ബേപ്പൂരും മംഗലാപുരമായിരുന്നു. പിന്നീടാണ് ഷിപ്പ് സർവീസൊക്കെ വന്നതിന് ശേഷം നമ്മൾ ലക്ഷദ്വീപ്, കൊച്ചി അത് ബേസായി മാറിയത്. പിന്നെ നമ്മുടെ തലമുറയ്ക്ക് അറിയുന്നത് കൊച്ചി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് നമുക്ക് മാറാൻ താല്പര്യമില്ല. അത് നമ്മളാരും പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞില്ലേ, പട്ടേൽജി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി. അതോടെ അവിടെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഒന്ന് അവർ ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു, ചെയ്യാൻ പറ്റിയില്ല, അത് ആ ഒരു രീതിയിലേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴും ലക്ഷദ്വീപ് LDCL ഇവിടെ തന്നെയല്ലേ. ലക്ഷദ്വീപിലേക്ക് ഞാൻ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച, അവിടെ ഈ അത്രമാത്രം തെങ്ങും നാളികേരവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ആളുകൾ ഈ വെളിച്ചെണ്ണ പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം. അപ്പോൾ അതവിടെ സംസ്കരിക്കാനോ അങ്ങനെയുള്ളൊരു ഇൻഡസ്ട്രിയൽ കാഴ്ചപ്പാടൊന്നും ഉണ്ടായില്ലേ? ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കവരത്തിയിൽ തന്നെ 2-3 ടീമുണ്ട്. ഇപ്പോൾ അവർ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പോലെയും ബാക്കി ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് നാളികേരം മീൻസ് വെളിച്ചെണ്ണ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൂടുതലും അവിടെ തന്നെയുള്ള വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ലക്ഷദ്വീപുകാർ ഉപയോഗിക്കുന്നത്. അങ്ങനെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സെൽഫ് ഇതായിട്ട് മീൻസ് ലക്ഷദ്വീപിൻ്റെ തനതായ ഉൽപ്പന്നങ്ങൾ ലക്ഷദ്വീപിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിതരണം ചെയ്യാനുള്ള സാഹചര്യം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ഒരു ഫിനാൻഷ്യലി ആണെങ്കിലും ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയുള്ള ഒരു കാലത്ത് BJP അവിടെ എങ്ങനെ ഗ്രോ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്? ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ഒരു വലിയൊരു ഫോക്കസ് തുടങ്ങി, കുറേ ആളുകൾ BJPയുടെ ഭാഗമായി. ഇനി എങ്ങനെ മുന്നോട്ട് പോകുക, എത്രമാത്രം ശക്തമാകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അവിടെ BJP? ലക്ഷദ്വീപിനെ സംബന്ധിച്ച് പണ്ടുള്ള പോലെ തന്നെ ഇങ്ങനെ ഒരു കേരളത്തിൽ എന്ത് ഡെവലപ്മെൻറ്റ് വന്നു അത് അങ്ങോട്ട് വന്നു, അത് അത്രയും അങ്ങനെ അതിൽ നമ്മൾ തൃപ്തരല്ല. നമ്മളെങ്ങനെ ഇപ്പോൾ ഈ ഉദ്ദേശിച്ച പോലെ മാൽദീവ്സും ഫോറിൻ കൺട്രീസിലൊക്കെ പോയി പഠിക്കുന്നവരും ഒരുപാട് പേര് പുറത്തു പോകുന്നവരുണ്ട് ഇപ്പോൾ ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ നാട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മോദിജിയെ പോലെ ഒരു പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ നമ്മൾ അണിനിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസം ഇപ്പോൾ
ഞങ്ങളിലുള്ള ലക്ഷദ്വീപിലെ ഒരു കുറഞ്ഞതൊരു യുവാക്കളിലും യുവതികളിലും എങ്കിലും വന്നുപെട്ടിട്ടുണ്ട്. അത് അവരുടെ വാക്കുകളിൽ നിന്ന് ഒരുപാട് പേരുടെ സപ്പോർട്ട്, ഈ പറഞ്ഞ പോലെ പുറത്തു വന്ന് സംസാരിക്കുന്നില്ലെങ്കിലും നമ്മളെ എല്ലാ കാര്യത്തിനും അവരുടെ പല പ്രശ്നങ്ങൾ പറയാനും കാര്യങ്ങൾക്ക് നമ്മളെ സമീപിക്കുന്നവർ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ മോദിജിയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചുമാണ്. BJPയുടെ ഒരു മാനിഫെസ്റ്റോ പുറത്തിറങ്ങി. അപ്പോൾ അവർ ഇപ്പോൾ കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് പറയുന്നുണ്ട്. നേരത്തെ രാജ്യവ്യാപകമായൊരു പ്രക്ഷോഭം ഉണ്ടായത് ഈ പൗരത്വ നിയമത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ പൊതുവ്യക്തി നിയമവും പൗരത്വ നിയമവും ഒക്കെ എങ്ങനെയാണ് ലക്ഷദ്വീപിലെ ന്യൂനപക്ഷ സമുദായങ്ങൾ കാണുന്നത്? അതിൽ BJPയുടെ നിലപാടിനോട് യോജിക്കാൻ അവിടെയുള്ള ആളുകൾക്ക് കഴിയുന്നുണ്ടോ? ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നല്ലാതെ പ്രാവർത്തികമാക്കുന്ന കാര്യങ്ങളിലൊന്നും നമ്മളെ എതിർത്ത്, അതായത് ജനാധിപത്യപരമായി അല്ലാതെ അതിനെ ഓവർ റൂൾ ചെയ്ത ഒരു കാര്യങ്ങളും ഇതുവരെ പ്രാവർത്തികമാക്കിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളെ ലക്ഷദ്വീപിനെ സംബന്ധിച്ച് അതൊരു ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കോമൺ സിവിൽ കോഡൊക്കെ അവിടെ വലിയ ചർച്ചയാവുന്നില്ല. കോമൺ സിവിൽ കോഡ് ലക്ഷദ്വീപിലെ ഒരു ചർച്ചാ വിഷയമേ അല്ല സത്യം പറഞ്ഞു. അവിടെ പൊതുവെ വികസനം വേണം എന്നൊരൊറ്റ കാഴ്ചപ്പാടാണ്. അതിന് പ്രധാനമന്ത്രിയുടെ സഹായം വേണം എന്നതാണ്. പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ കാശ്മീർ പോലെ ഒരുപാട് മുസ്ലിംസ് ഉള്ള നാട്. ഇപ്പം മുമ്പ് കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡെയിലി ഒരു ദിവസം എണീറ്റ് പേപ്പർ നോക്കുമ്പോൾ കാണുന്നത് ബോംബ് സ്ഫോടനമൊക്കെ. ഇപ്പോൾ അവിടെ വളരെ അവിടുത്തെ ഒരു വളരെ മുതിർന്ന ഒരു BJP നേതാവും ex-IAS ഓഫീസർ IPS ഓഫീസറുമായിരുന്നു നമ്മളെ മുമ്പത്തെ അഡ്മിനിസ്ട്രേറ്റർ ഫാറൂഖ് ഖാൻ സാറ്. സാറ് പറയുന്ന ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൂറിസം ഡെവലപ്മെന്റ് കാര്യങ്ങളും എന്താ പറയുക, മനുഷ്യർ ഇപ്പോഴാണ് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങിയത്. അവർ ജീവിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. അവർക്ക് സമാധാനപരമായ ജീവിതം എന്താണെന്ന് അറിഞ്ഞത് ഈ മോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അത് കുറെ കൂടി ആത്മവിശ്വാസം ലക്ഷദ്വീപിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും വരുത്തുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് വൈബ് അല്ലേ. ലക്ഷദ്വീപിലും കാശ്മീരിൽ അങ്ങനെ ജീവിക്കാമെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല? നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാം മീൻസ് ടൂറിസം ആണെങ്കിലും ഈ സ്കീംസ് ഏറ്റവും കൂടുതൽ ഒരുപാട് ആവാസ് യോജന, മത്സ്യസമ്പദ് യോജന, ഒരുപാട് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ട് നമ്മളെ വിസിറ്റ് ചെയ്യാൻ. ഒരു മാസം 2 മിനിസ്റ്റേഴ്സ് വരെ ലക്ഷദ്വീപിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അവർ ലക്ഷദ്വീപിലെ അവർ പ്രത്യേകം പറയുന്നതാണ്, മോദിജി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലക്ഷദ്വീപിലെ വികസന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് അത് പരിഹരിച്ചിട്ടേ വരാൻ പാടുള്ളൂ എന്നുള്ളത് അവരെ പ്രത്യേകം ചുമതലപ്പെടുത്തിയാണ് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ലക്ഷദ്വീപ് ഒരു മോദിജിയുടെ അണ്ടറിലുള്ള BJP ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഭദ്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യ ഘട്ടത്തിൽ തന്നെയാണ് ലക്ഷദ്വീപ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർ പ്രവർത്തനങ്ങളും ശക്തമായി നടത്താൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. നമസ്കാരം.